എല്ലാവർക്കും സിനിമാ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സ്ഥിരം പറയാറുള്ള ഒരു ഡയലോഗും കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത്. സംഭവം വേറെ ഒന്നുമില്ല, സോറി ഫോർ ദ ലാഗ്. സംഭവം വേറെ ഒന്നുമില്ല, എനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട്. അത് ഞാൻ മിക്ക വീഡിയോസിലും പറയാറുമുണ്ട്. അപ്പോൾ ഈ ഒരു അലർജി കാരണമാണ് ഇങ്ങനെ വീഡിയോസ് ഇടാൻ ലാഗായി പോകുന്നത്. അപ്പോൾ ഇനിയും ലാഗ് അടിപ്പിക്കാണ്ട് ഞാൻ നേരെ സിനിമയിലേക്ക് കടക്കാം. പക്ഷെ സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ വൺ ലൈൻ എന്താണെന്ന് അറിയണ്ടേ? ഒരമ്മ നശിച്ച് നാറാണക്കലെടുത്തിരിക്കുന്ന, എല്ലാം നഷ്ടപ്പെട്ടിട്ടിരിക്കുന്ന ഒരമ്മ. ഈ അമ്മയ്ക്കാണെങ്കിൽ ഒരു മകനുണ്ട്. ഇവളിപ്പോൾ ജീവിക്കുന്നത് തന്നെ ഈ മകൻക്ക് വേണ്ടിയിട്ടാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ അമ്മയുടെ മകനെ കുറച്ച് നശൂലം പിടിച്ചവന്മാര് അങ്ങ് പിടിച്ചുകൊണ്ട് പോകുന്നത്. അതും അമേരിക്കൻ എംബസിന്ന്. അമേരിക്കൻ എംബസിയുടെ ഒരു ബിൽഡിങ്ങിനകത്തുനിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ പുറത്തേക്കും പോയിട്ടില്ല, എന്ന അകത്ത് തന്നെയുണ്ട്. അകത്തെവിടെ? ആരാണ് ഈ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെയാണ് ഈ ഒരു എൻ്റെയർ സിനിമ. സിനിമയിൽ അത്യാവശ്യം നല്ല ട്വിസ്റ്റും നല്ല സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഈ അമ്മ ഒരു എക്സ് സോൾജറാണ്. ഇനി അങ്ങോട്ട് എന്താ നടക്കുക എന്നുള്ളത് നിങ്ങൾ എന്നെ കണ്ടറിഞ്ഞോ? അപ്പൊ നമുക്ക് നേരെ സിനിമയിലേക്ക് കടക്കാം. നമ്മളുടെ കഥ നടക്കുന്നത് ജർമ്മനിയിലാണ്. ഇതാണ് സേറ, ഇത് അവളുടെ മകൻ ജോഷ്. ഇവർ രണ്ടുപേരും ജർമ്മൻസാ. അങ്ങനെ ഇവർ ഭയങ്കര ഹാപ്പിയിൽ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ തിന്നുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല, ഇവർ തമ്മിലുള്ള ബോണ്ട് കാണാൻ തന്നെ നല്ല രസമാണ്. ഈ സേറയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ മരിച്ചു പോയതാ. ചുരുക്കി പറഞ്ഞാൽ സേറ, ജോഷ്, ഇവർ രണ്ടുപേരും അടങ്ങുന്ന ഒരു കൊച്ചു ലോകമാണ് നമ്മളുടെ സേറയുടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതുവഴി ഒരു ഹെലികോപ്റ്റർ വരുന്നത്. ഇത് കണ്ടേക്ക് ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത കുറച്ച് കാര്യങ്ങൾ അവളുടെ ഓർമ്മയിലോട്ട് വരുന്നുണ്ട്. ആ ഓർമ്മ അവളുടെ ആർമി ലൈഫാണ്. അതും അഫ്ഗാനിസ്ഥാനിൽ വെച്ച് നടന്ന ഒരു ഭീകരാക്രമണം. ആ ഒരൊറ്റ ഇവന്റ് കാരണം PTSD എന്ന് പറയുന്ന പട്ടാളക്കാർക്ക് വരുന്ന മാനസികാവസ്ഥ സേറക്കുണ്ട്. ഈ PTSD എന്ന് പറയുന്നത് പട്ടാള ലൈഫിൽ ഉണ്ടാവുന്ന ഏതെങ്കിലും ഒരു ഇവന്റ് കാരണം ജനിക്കപ്പെടുന്ന ഒരു ട്രോമയാണ്. അത് വന്നു കഴിഞ്ഞാൽ എപ്പോഴും കൺട്രോളിലായിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ മാനസിക നില തെറ്റുമെന്നുള്ളത് 100% ഉറപ്പാണ്. അങ്ങനെ ഈ സമയത്താണ് അറിയാണ്ടൊരുത്തൻ അവളുടെ ദേഹത്തൊന്ന് വന്ന് മുട്ടുന്നത്. മുട്ടിയതേലെ അവന് ഓർമ്മയുള്ളൂ. ഈ PTSD കണ്ടീഷൻ കാരണം അങ്ങേരെ പിടിച്ച് 4 അങ്ങ് പൊട്ടിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ജോഷാണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കേ. അങ്ങനെ 4 വർഷം കഴിഞ്ഞു. ഒരു സെക്യൂരിറ്റി കമ്പനിയിലാണ് സേറ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. PTSD കാരണം പട്ടാളത്തിൽ എന്തായാലും തുടരാൻ പറ്റില്ല. പക്ഷെ പട്ടാളം വിട്ടു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. സേറ സ്റ്റിൽ സ്ട്രോങ്ങാ. അങ്ങനെ സേറ അവളുടെ മെഡിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം സേറയും ജോഷും കൂടെ US കോൺസുലേറ്റിലോട്ട് പൊക്കോണ്ടിരിക്കുക. ഈ കോൺസുലേറ്റ് എന്ന് പറയുന്നത് ഫോറിൻ കൺട്രികളിൽ ഉണ്ടാവുന്ന ഒരു ചെറിയ എംബസി സെറ്റപ്പാ. എന്ന് വെച്ച് എംബസി എന്ന് വിളിക്കാൻ പറ്റില്ല, എംബസിയുടെ ഒരു സ്മോളർ വെർഷൻ. അങ്ങനെ ഇവർ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇവളെ അറിയുന്ന ഒരു ജേർണലിസ്റ്റാ. സേറ, അഫ്ഗാനിസ്ഥാനിൽ വെച്ച് നിങ്ങൾക്ക് എന്താ പറ്റിയെന്നുള്ളതിൻ്റെ ചെറിയൊരു പീസ് എൻ്റെ കയ്യിലുണ്ട്. ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ആൾക്കാരെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്ക്. ഇത് കണ്ടേക്ക് ഈ വീഡിയോ വെച്ച് നോക്കുന്നുണ്ട്. അതാണെങ്കിൽ ഒരു സെക്യൂരിറ്റി ക്യാമറ ഫൂട്ടേജാ. സേറക്കാണെങ്കിൽ ഒരാളെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. പെട്ടെന്നാണ് ജോഷിനെ അങ്ങ് കാണാണ്ടാവുന്നത്. സേറയാണെങ്കിൽ ടെൻഷൻ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പേടിക്കാനൊന്നുമില്ല, ജോഷ് അവിടെ തന്നെയുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ കോൺസുലേറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചാൽ ഇവൾക്ക് US ഒരു സെക്യൂരിറ്റി ജോബ് സെറ്റായിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് പോയിട്ട് അവിടെ സെറ്റിൽ ആവാനാണ് ഇവളുടെയും ജോഷിൻ്റെയും പ്ലാൻ. സോ വിസക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അത് മാത്രമല്ലാട്ട റീസൺ വേറെയുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയേ പറയാം. അങ്ങനെ ഇവരകത്ത് കയറി. ഇതിനകത്തോട്ട് കയറുമ്പോൾ ഫോണ്, ക്യാമറ എന്ന് വേണ്ട സകലമാന ഇലക്ട്രോണിക് ഡിവൈസും ലോക്കറിലിട്ട് പൂട്ടണം. സോ ഇതൊന്നും ഇല്ലാണ്ടാണ് അകത്തോട്ട് കിടക്കുന്നത്. അങ്ങനെ അവിടുത്തെ റിസപ്ഷനിസ്റ്റ് മുതൽ സെക്യൂരിറ്റി ഹെഡായ ഡോണോ അടക്കം ഇവരെ കാണുന്നുണ്ട്. അങ്ങനെ ടോക്കൺ എടുക്കുന്നു, കാത്തിരിക്കുന്നു. പക്ഷേ ഈ കുരിപ്പാണെങ്കിൽ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കുന്നില്ലാട്ടാ. ഒളിച്ചു കളിക്കുകയാണെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കേ. ഒരു വിധത്തിലാണ് അതിനെ പിടിച്ച് പ്ലേ റൂമിലിരുത്തുന്നത്. അവിടെയാണെങ്കിൽ ഒരു PS5 ഉണ്ട്. ഗെയിം എന്ന് പറഞ്ഞാൽ ചെക്കന് പ്രാന്ത. സോ അവിടെ അടങ്ങിയിരുന്നോളും. അങ്ങനെ കുറേ സമയം കഴിഞ്ഞു. അപ്പോഴാണ് ഇവളുടെ നമ്പർ ആവുന്നത്. സേർ അപ്പം തന്നെ മകനെ എടുക്കാനായിട്ട് നേരെ പ്ലേ റൂമിലോട്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് 2 പേര് ചേർന്ന് ഒരു ബാഗ് കൈമാറുന്നത്. അവർക്കാണെങ്കിൽ നല്ല കള്ള ലക്ഷണമുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡ് ആക്കാണ്ട് നമ്മളുടെ സേറ ജോഷിന്റെ അടുത്തോട്ട് പോകുന്നു. എന്നാൽ പ്ലേ റൂമിൽ ജോഷ് ഇല്ല. ഇത് കണ്ടേക്ക് സേറ ആകെ പാനിക് ആവാൻ തുടങ്ങുന്നുണ്ട്. അവള് പുറത്തിറങ്ങിയിട്ട് മൊത്തത്തിൽ അടിച്ച് പിറക്കുന്നുണ്ട്. റിസപ്ഷൻ, മെയിൻ ഹാള്, ബാത്റൂം എന്ന് വേണ്ട സകലമാന സ്ഥലവും തപ്പുന്നുണ്ട്. പക്ഷെ യാതൊരു കാര്യമില്ല. എന്നാൽ തുറക്കാത്ത കുറെ വാതിലുകളുണ്ട്. അതൊക്കെ തുറക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഓഫീസർമാർ വിചാരിക്കണം. അങ്ങനെ ഇവളുടെ പരക്കമ്പായലൊക്കെ കണ്ടിട്ട് അങ്ങോട്ടതാ ഇവിടുത്തെ സെക്യൂരിറ്റീസ് വരുന്നു. ഇത് കണ്ടേക്ക് സേറ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവരോട് പറയുന്നുണ്ട്. ഇവിടെ തുറക്കാത്ത കുറെ റൂമുകളില്ലേ, അതെല്ലാം തുറന്നതാ. എനിക്ക് എൻ്റെ മകനെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. മാം, നിങ്ങൾ വെറുതെ കാട് കയറിയിട്ട് യാതൊരു കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് ആ റൂമുകൾ തുറന്നു തരാൻ അധികാരമില്ല. രണ്ടാമത്തെ കാര്യം, അമേരിക്കയുടെ സ്ഥലമാണിത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങളുടെ മകനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും സാറെ അങ്ങ് വിട്ടുകൊടുക്കുന്നില്ല.
ആ റൂമുകളും വാതിലുകളൊക്കെ തുറന്നു തരാൻ പറഞ്ഞിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സേറ പറയാണ്, എനിക്ക് നിങ്ങളുടെ സൂപ്പർവൈസറിനെ കണ്ടേ പറ്റുള്ളൂ. അങ്ങനെ സൂപ്പർവൈസർ അഥവാ റീജിയണൽ സെക്യൂരിറ്റി ഹെഡ് അങ്ങോട്ട് വരുന്നു. അതാണ് എറിക്ക്. ഈ എറിക്കാണെങ്കിൽ നല്ലൊരു മനുഷ്യനാ. തുറന്നു കൊടുക്കാൻ പാടില്ലാത്ത എല്ലാ റൂമുകളും അങ്ങ് തുറന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, പുള്ളിക്കാരൻ നല്ല ധൈര്യം കൊടുക്കുന്നു. സേറ, നിങ്ങൾ പേടിക്കാണ്ടിരിക്കുക. നിങ്ങളുടെ മകൻ ഇവിടെ വെച്ച് മിസ്സായിട്ടുണ്ടെങ്കിൽ അവനെ ഞങ്ങൾ കണ്ടുപിടിച്ചു തരും. എനിക്കുണ്ട് ഒരു മകള്. സോ നിങ്ങളുടെ വേദനയും വെപ്രാളവും എനിക്ക് മനസ്സിലാവും. സർ, ഇവിടെ എത്ര എക്സിറ്റ് ഉണ്ട്? ഇവിടെ ആകെ കൂടെ ഒന്നേ ഉള്ളൂ. അതുവഴി നിങ്ങളുടെ മകനെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ഡെസ്കിലെ ആൾക്കാർ എന്തായാലും അവനെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. അതും പറഞ്ഞ് ഫ്രണ്ട് ഡെസ്കിലോട്ട് ഡോണോനെ അയക്കുന്നുണ്ട്. അങ്ങനെ ഇവിടുത്തെ മുഴുവൻ സെക്യൂരിറ്റീസും ജോഷിനെ അന്വേഷിച്ച് അങ്ങ് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നേരത്തെ ബാഗ് കൈമാറ്റം ചെയ്ത രണ്ടാളുകളെ കുറിച്ച് സേറ പറയാൻ തുടങ്ങുന്നത്. പിന്നെ പോരാത്തിന് അവർ പോയ വാതില് അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. സർ, ഇന്ന് രണ്ടാൾക്കാർ ഒരു ബാഗ് കൈമാറ്റം ചെയ്യുന്നത് ഞാൻ കണ്ടു. 2 പേർക്കും നല്ല കള്ള ലക്ഷണമുണ്ട്. അതിലെ ഒരുത്തനാണെങ്കിൽ എനിക്കൊരു വിയേർഡ് ലുക്കും തന്നു. ഇനി അവരെങ്ങാനും ആയിരിക്കോ എൻ്റെ മകനെ? എനിക്ക് എത്രയും പെട്ടെന്ന് ആ ഡോറ് തുറന്നു തന്നേ പറ്റുള്ളൂ. സേറ, അതൊരിക്കലും നടക്കില്ല. അതെല്ലാം ഹൈ സെക്യൂരിറ്റി ഏരിയാസാണ്. അതങ്ങനെ ചുമ്മാ തുറന്നു തരാനൊന്നും പറ്റില്ല. ഇത് കേട്ടേക്ക് സേറയാണെങ്കിൽ അങ്ങ് വാശി പിടിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോഴാണ് ഡോണോ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ എറിക്കും ഡോണോയും ചേർന്ന് സേറയോട് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കുന്നു. അപ്പോഴാണ് സേറയുടെ റെസ്യൂമെ എറിക്ക് കാണുന്നത്. അതുവഴി ലെവൽ ഒരു പട്ടാളക്കാരിയാണെന്നും ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് ഒക്കെ നല്ലവണ്ണം പഠിച്ചിട്ടുണ്ടെന്നും അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയുടെ ഒപ്പം നിന്ന് പോരാടിയിട്ടുണ്ടെന്നും എറിക്കിന് മനസ്സിലായി. ഇതൊക്കെ വായിച്ചറിഞ്ഞ എറിക്ക് അപ്പം തന്നെ താങ്ക് യു പറയുന്നു. അവൾ അത്രയും കാലം രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ ഡോണോ ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയുന്നത്. ഇന്ന് ഈ കോൺസുലേറ്റിലോട്ട് സേറ മാത്രമേ ചെക്ക് ഇൻ ചെയ്തിട്ടുള്ളൂ. ജോഷ് എന്നൊരു പേര് ചെക്ക് ഇൻ ചെയ്ത ലിസ്റ്റിലില്ല. വിച്ച് മീൻസ് സാറയുടെ മകൻ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ക്യാമറാസും ചെക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിലൊന്നും അവർക്ക് ജോഷിനെ കണ്ടെത്താനായിട്ടില്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവൻ എന്താ ചുമ്മാ മാഞ്ഞു പോവോ? ഇവിടുത്തെ റിസപ്ഷനിസ്റ്റ് മുതൽ ഈ നിൽക്കുന്ന ഡോണോ അടക്കം അവനെ കണ്ടിട്ടുണ്ട്. ഇത് കേട്ടേക്ക് ഡോണോയാണെങ്കിൽ ഇല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടേക്ക് സേറയുടെ കൺട്രോൾ അങ്ങ് പോകുന്നുണ്ട്. അവൾ അപ്പം തന്നെ പോലീസിനെ വിളിക്കാൻ പറയുന്നു. പക്ഷെ എറിക്കാണെങ്കിൽ ഓൾറെഡി പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. എന്നാലും അവളുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് പോലീസിനെ വിളിച്ചു കൊടുക്കുന്നു. സേറ, നിങ്ങളുടെ മകൻ അമേരിക്കൻ കോൺസുലേറ്റിൽ വെച്ച് മിസ്സാവാൻ യാതൊരു ചാൻസും ഇല്ല. പിന്നെ പോരാത്തിന് ജർമ്മൻ പോലീസായ ഞങ്ങൾക്ക് അവിടെ കയറാൻ അധികാരമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഞാൻ 2 ഓഫീസർമാരെ പറഞ്ഞുവിടാം. എൻട്രൻസിൽ അവർ വരും. അവരുമായിട്ട് നേരെ സ്റ്റേഷനിലോട്ട് പോവാ. ഇതൊക്കെ കേട്ടിട്ട് സേറക്കാണെങ്കിൽ അങ്ങ് കയറി വരുന്നുണ്ട്. എങ്ങനെ കയറാണ്ടിരിക്കും? മകനെയും കൊണ്ടുവന്ന സേറയോട് മകൻ ഇല്ലാന്ന് പറഞ്ഞ ഭ്രാന്തെടുക്കാണ്ടിരിക്കുവോ? പക്ഷെ എറിക്കിനെ ബാക്കിയുള്ളവരെയും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം അവരാരും കണ്ടിട്ടില്ല ജോഷ് എന്ന് പറയുന്ന വ്യക്തിയെ. അങ്ങനെ എറിക്ക് സാറേനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ സാർ ഒന്നും നോക്കിയില്ല, ഒറ്റയ്ക്ക് കോൺസുലേറ്റ് തപ്പാനായിട്ട് തീരുമാനമെടുക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് എറിക്കിനിട്ട് ഒന്നങ്ങ് കൊടുക്കുന്നു, പുറത്ത് പോവാൻ നോക്കുന്നു. പക്ഷേ എറിക്ക് അത്ര ചില്ലറക്കാരനല്ല. സോ പിടിച്ചു നിർത്താൻ കുറെ നോക്കുന്നുണ്ട്. സേറാം, നിങ്ങളൊന്ന് അടങ്ങ്. ഞാൻ പറഞ്ഞല്ലോ ഇതിനു വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കൂന്ന്. തൽക്കാലത്തിന് ആ ജർമ്മൻ പോലീസ് ഒന്ന് വന്നോട്ടെ. അതുവരെ ഒന്ന് കോപ്പറേറ്റ് ചെയ്യ് പ്ലീസ്. അങ്ങനെ ഒരു വിധത്തിൽ അവളെ അടക്കി നിർത്തുന്നുണ്ട്. അത് മാത്രമല്ല, കൂടുതൽ കണ്ണന്തിരിവ് കാണിക്കാണ്ടിരിക്കാൻ വേണ്ടി കാവലിനായിട്ട് ഡോണോനെ നിർത്തുന്നുണ്ട്. പക്ഷെ ഡോണോ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തു പോകുന്നു. പക്ഷെ പോകുമ്പോൾ ഡോറൊക്കെ പൂട്ടിയിട്ടിട്ടാണ് പോകുന്നത്. എന്നാൽ ആ ഒരു തക്കം നോക്കി സേറ ഫോൺ എടുക്കുന്നു, അവളുടെ അമ്മയ്ക്ക് വിളിക്കുന്നു. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് അമ്മ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സേറ, നീ PTSDയുടെ ടാബ്ലറ്റ് ഒക്കെ കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? എൻ്റെ പൊന്നമ്മേ, ഞാൻ ഓക്കെയാണ്. PTSD കാരണം വരുന്നൊരു തോന്നലും തേങ്ങയൊന്നും അല്ലത്. ഞാൻ എൻ്റെ മകനെ കൊണ്ടുവന്നു എന്നുള്ളതിന് എനിക്ക് 100% ഉറപ്പാണ്. സേറ, നീയൊന്ന് ആലോചിച്ച് നോക്ക്. ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും വെച്ചിട്ടാവും മിസ്സായിട്ടുണ്ടാവുക. അല്ലാണ്ട് കോൺസുലേറ്റിലൊക്കെ വെച്ചിട്ട് ജോഷിനെ കാണാണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. സേറയാണെങ്കിൽ കുറെ പറഞ്ഞു നോക്കുന്നുണ്ട് തൻ്റെ മകനെ കോൺസുലേറ്റിൽ വെച്ച് കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു എന്നൊക്കെ. പക്ഷെ എന്ത് കാര്യം? എന്തായാലും സേറക്ക് ഒരു കാര്യം മനസ്സിലായി. തൻ്റെ മകനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ താൻ സ്വയം വിചാരിച്ചേ പറ്റുള്ളൂ. സോ അവിടെയുള്ള ഡ്രോയർ മുഴുവൻ ചെക്ക് ചെയ്യുന്നു, ഒരു ഫയലും പിന്നെടുക്കുന്നു. എന്നിട്ട് ആ പിന്നുകൊണ്ട് നൈസായിട്ട് പൂട്ടും പൊട്ടിച്ച് അങ്ങ് പുറത്ത് കിടക്കുന്നുണ്ട്. അതും വിത്ത് ഫയല്. ആർക്കും സംശയം തോന്നാണ്ടിരിക്കാനാണ് ഈ ഫയല്. അവിടെയാണെങ്കിൽ മുഴുവൻ ക്യാമറാസാണ്. അങ്ങനെ ഈ സമയത്താണ് സർവേലൻസ് റൂം കാണിക്കുന്നത്. എന്തോ ഒരു ഭാഗ്യത്തിന് അവിടുത്തെ ഓഫീസർ ഡോണയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ ഒരൊറ്റ കാരണം കൊണ്ട് ആരും സേറേനെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ സേറ നേരെ പോകുന്ന പ്ലേ റൂമിലോട്ടാണ്. അവിടെ അതാ നമ്മളുടെ ജോഷിന്റെ ഒരു കളിപ്പാട്ടം. സോ അതൊരു തെളിവാണ്, ജോഷ് ഇവിടെ തന്നെയുണ്ട് എന്നുള്ളതിന്റെ തെളിവ്. അങ്ങനെ സേറ മറ്റേ ബാഗ് കൈമാറിയ ഡോറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്നാൽ ജസ്റ്റ് ഒരു പിന്നുകൊണ്ട് തുറക്കാൻ പറ്റുന്ന ഒരു ഡോറല്ല ഇതത്. സോ തൊട്ടടുത്ത വിൻഡോ തുറക്കുന്നു, പുറത്തേക്ക് കടക്കുന്നു. എന്നിട്ട് ഇതുവഴി ആ ഡോറിന്റെ അപ്പുറത്തെ സൈഡിലോട്ട് എത്താനാണ് സേറയുടെ പ്ലാൻ. പക്ഷെ എങ്ങാനും കാല് തെറ്റിയാൽ തീർന്ന്. അങ്ങനെ ആരും അറിയാണ്ട് പിടിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് ഒരു മാരക പ്രശ്നം. സംഭവം വേറെ ഒന്നുമില്ല, ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് എത്തണമെങ്കിൽ വലിയൊരു ചാട്ടം ചാടണം.
അങ്ങനെ രണ്ടും കൽപ്പിച്ച ഒരൊറ്റ ചാട്ടം. എന്നാൽ ലക്ഷ്യസ്ഥാനം മാറിപ്പോയി. പിന്നെ പറയണ്ടല്ലോ, ഇവള് നേരെ അടിയിലോട്ടാണ് പോകുന്നത്. എന്തോ ഒരു ഭാഗ്യത്തിന് തൊട്ടപ്പുറത്തുള്ള ബിൽഡിങ്ങിന്റെ മണ്ടയിലോട്ടാണ് ലെവൽ വീഴുന്നത്. തൊട്ടപ്പുറത്തെ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ കോൺസുലേറ്റ് തന്നെയാണ് കേട്ടോ, അല്ലാണ്ട് വേറെ ബിൽഡിംഗ് ഒന്നുമല്ല. സത്യം പറഞ്ഞ ഈ കോൺസുലേറ്റ് വലിയൊരു സെറ്റപ്പാ. അങ്ങനെ കൈക്ക് ചെറിയൊരു പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്, പക്ഷെ പേടിക്കാനൊന്നുമില്ല. അവള് മുന്നോട്ട് പോകുന്നു. ആ റൂഫ് ടോപ്പിലുണ്ടായിരുന്ന ചില്ല് പൊളിക്കുന്നു, അതുവഴി ആ ബിൽഡിങ്ങിലോട്ട് കയറുന്നു. എന്നിട്ട് പതുക്കെ പതുക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. എങ്ങാനും ക്യാമറ കണ്ട അതൊക്കെ പൊട്ടിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് കുറച്ച് റൂമുകൾ ഇവൾ കാണുന്നത്, അതും ഗസ്റ്റ് അപ്പാർട്ട്മെൻറ്റ്. പക്ഷേ ഈ റൂമുകളാണെങ്കിൽ ഫുൾ പൂട്ടിയിരിക്കേ, എന്നാൽ ഒരെണ്ണം തുറന്നു വെച്ചിട്ടുണ്ട്. പിന്നെ അവൾ വെറുതെ ഇരിക്കോ, മെല്ലെ മെല്ലെ അകത്തോട്ട് കയറുന്നുണ്ട്. ഇനി അകത്തെങ്ങാനും ജോഷ് ഉണ്ടേലോ, പക്ഷെ അതിനകത്ത് ജോഷായിരുന്നില്ല, പകരം വേറൊരാളാ. ലെവളാണെങ്കിൽ സാറേനെ കണ്ടതും അങ്ങ് ചീറി പൊളിക്കുന്നുണ്ട്. പിന്നെ സാറ് വെറുതെ ഇരിക്കോ, ഒരിക്കലുമില്ല. അവളുടെ വായങ്ങ് പൊത്തിപ്പിടിക്കുന്നുണ്ട്. ശബ്ദിച്ച കൊന്നുകളയും ഞാൻ. സോ വന്നിരിക്കുന്നത് ചില്ലറക്കാരിയല്ല എന്നുള്ളത് ലെവൽക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ സാർ അവളുടെ ബാഗൊക്കെ പരിശോധിക്കുന്നു. അതിനകത്താണെങ്കിൽ ഒരു കെട്ട് സ്വർണ്ണമുണ്ട്. അത് മാത്രമല്ല, ഇവളൊരു ജർമ്മനായിട്ടുള്ള ഇവളെന്തിനാ അമേരിക്കൻ കോൺസുലേറ്റിൽ നിൽക്കുന്നത്? അങ്ങനെ സാർ തൻ്റെ മകനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് ആരോ വന്നിട്ട് വാതിൽ മുട്ടുന്നത്. ഇവൾ പോകുന്നു, വാതിൽ തുറക്കുന്നു, നോർമലായിട്ട് ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് മാത്രം സാറ് രക്ഷപ്പെട്ടു. ആരും അല്ലാത്ത സാറേനെ ഇവളെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് വേറെ എന്തോ ഒരു ഉദ്ദേശമുണ്ട്. തൻ്റെ പേരെന്താ? ഇറീന. എൻ്റെ മകനെ കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് കാണാനില്ല. പ്ലേ റൂമിൽ നിന്നാണ് അവനെ കാണാണ്ടായേ. അവൻ ഇങ്ങോട്ടെങ്ങാനും വന്നിരുന്നോ? ഇങ്ങോട്ടാരും വന്നിട്ടില്ല. അല്ല, നിനക്ക് സെക്യൂരിറ്റിയോട് പറഞ്ഞൂടെ നിൻ്റെ മകനെ കാണാനില്ല എന്ന്? അതെല്ലാം ഞാൻ പറഞ്ഞു നോക്കി. എന്തായാലും ഒന്നുറപ്പാ, എൻ്റെ മകൻ മിസ്സായതിൻ്റെ പിന്നിൽ ഈ കോൺസുലേറ്റിൽ ആരുടെയോ കൈകളുണ്ട്. ഇതൊക്കെ കേട്ടിട്ടാകെ ഞെട്ടിയിരിക്കുകയാണ് ഇറീന. പക്ഷെ ഇറീനക്കറിയാത്ത കാരണം അവിടുന്ന് പോവാനിരിക്കുകയാണ് സേറ. അപ്പോഴാണ് ഇറീന ഒരു കാര്യം ചോദിക്കുന്നത്. പ്ലേ റൂമുള്ള അപ്പുറത്തെ ബിൽഡിങ്ങിലാണ്, ഞാനാണെങ്കിൽ ഇപ്പുറത്തും. അവിടുന്ന് ഇതുവരെയുള്ള സെക്യൂരിറ്റി, ക്യാമറ ഇതെല്ലാം വെട്ടിച്ചിട്ട് എങ്ങനെയാ വന്നത്? ഞാനൊരു സോൾജറാ. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടുത്തെ മുക്കും മൂലയും അറിയാവുന്ന ഒരാളാണ് ഞാൻ. എന്നെ ഇവിടുന്ന് പുറത്തിറങ്ങാൻ സഹായിച്ച തൻ്റെ മകനെ കണ്ടുപിടിക്കാൻ ഞാൻ സഹായിക്കാം. ഇതിൻ്റെ ഇടയിലാണ് ഇവിടുത്തെ മെയിൻ ഓഫീസറായ ഏഞ്ചലിനെ കാണിക്കുന്നത്. ഇവളാണ് ഇവിടുത്തെ ഹെഡ്. അങ്ങനെ എറിക്ക് വന്നിട്ട് ആരാണ് സേറ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് അഫ്ഗാനിസ്ഥാനിൽ വെച്ച് എന്താണ് സേറക്ക് നടന്നതെന്നുള്ളത് നമുക്കങ്ങ് പറഞ്ഞു തരുന്നത്. കുറച്ച് അമേരിക്കൻ പട്ടാളക്കാരും ജർമ്മൻ പട്ടാളക്കാരും കൂടെ താലിബാൻ സംഘത്തിനെതിരെ ഒരു മിഷൻ ഇറങ്ങി തിരിച്ചു. എന്നാൽ അതൊരു കംപ്ലീറ്റ് ആംബുഷ് ആയിരുന്നു. ആ മിഷനിൽ പങ്കെടുത്ത എല്ലാ പട്ടാളക്കാരും മരിച്ചു, ഒരാളൊഴികെ. അതാണ് നമ്മളുടെ സേറ. സോ ആ ഒരു ഇവന്റ് കാരണമാണ് അവൾക്ക് PTSD വന്നത്. അങ്ങനെ ഈ സമയത്താണ് ഏഞ്ചല് പ്രോട്ടോകോൾ പ്രകാരം സാറയെ പിടിക്കാൻ പറയുന്നത്. കാരണം സേറ റൂമിലില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രോട്ടോകോൾ അനുസരിച്ച് പിടിക്കാനാണെങ്കിൽ ഈ കോൺസുലേറ്റ് മൊത്തത്തിൽ അലാമടിക്കും. അത്രയും വലിയൊരു സീൻ ഉണ്ടാക്കിയിട്ടാണ് സേറയെ പിടിക്കുക. അങ്ങനെ എങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ സേറക്കൊരു ഭാവി ഉണ്ടായിരിക്കില്ല, നല്ല ജോലി കിട്ടില്ല, ചീത്തപ്പേരാവും. ചുരുക്കി പറഞ്ഞാൽ ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിട്ട് മാറും. അങ്ങനെ എറിക്കിടവിട്ടിട്ടാണ് പ്രോട്ടോക്കോളും തേങ്ങയൊക്കെ ഒഴിവാക്കുന്നത്. അങ്ങേരെ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ച് സേറേനെ പിടിക്കേണ്ടെന്നല്ലാട്ടാ. പിടിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാമെന്നാണ് എറിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർ പറയുന്നതനുസരിച്ച് ജോഷ് എന്നൊരു വ്യക്തി ഇങ്ങോട്ട് പ്രവേശിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സേറേനെയും ഇറീനയും കാണിക്കുന്നത്. നമ്മളുടെ ഇറീന നല്ല ഉച്ചത്തിൽ പാട്ട് വെക്കുന്നു. തൻ്റെ റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർ അറിയണ്ടെന്നും കരുതിയിട്ടാണ് ഈ പാട്ട് വെക്കൽ. അതുമാത്രമല്ല, ഈ ബിൽഡിങ്ങിനകത്തെ ഓഫീസർമാർക്കല്ലാണ്ട് ഇന്റർനെറ്റ്, വൈഫൈ ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇറീന ആരാ മോള്? അവൾ ഈ കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിലൊക്കെ എക്സ്പേർട്ടാ. ഇറീന, താൻ ശരിക്കും ആരാ? അപ്പോഴാണ് അവൾ ആരാണെന്നും എന്താണെന്നൊക്കെ ചെറുതായിട്ടൊന്ന് പറയുന്നത്. ഇവളൊരു പൊളിറ്റിക്കൽ റെഫ്യൂജിയാണ്. സോ അമേരിക്കയുടെ പ്രൊട്ടക്ഷനിലാണ് ഇറീന. പക്ഷെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സത്യം പറഞ്ഞ് പ്രൊട്ടക്ഷൻ എന്നുള്ള പരിപാടി ഒരു ജയില് പോലെയാണ്. ഇവിടെ നിന്ന് പുറത്ത് കിടന്നാൽ മതിച്ചിട്ടാണ് ഇവളിരിക്കുന്നത്. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് സേറ ചോദ്യത്തിൻ്റെ മേളിൽ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കേ. അതെ, അധികം ചോദ്യമൊന്നും വേണ്ട, ഞാൻ പറഞ്ഞ കാര്യം ഡീലാണോ അല്ലേ? ഇത് കേട്ടേക്ക് അപ്പം തന്നെ സേറ അങ്ങ് കൈ കൊടുക്കുന്നു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞ് രണ്ടും കൂടെ അങ്ങ് ഇറങ്ങി തിരിക്കുന്നുണ്ട്. പക്ഷെ പോകുന്നതിന് മുമ്പ് ഇറീന ഒരു സാധനം നൈസായിട്ട് അവളുടെ അരയിൽ അങ്ങ് തിരിക്കുന്നുണ്ട്. എന്താന്ന് ചോദിക്കണമെന്നൊക്കെ ഉണ്ട് നമ്മളുടെ സേറക്ക്. പക്ഷെ കൂടുതൽ ചോദ്യങ്ങൾ വേണ്ടാന്നാണല്ലോ ഇറീനയുടെ ഉത്തരവ്. അങ്ങനെ ഇറീന ഈ ബിൽഡിങ്ങിനകത്ത് അവൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇതിനകത്ത് കുറേ ഓഫീസുണ്ട്, ജിമ്മുണ്ട്, ഗസ്റ്റ് റൂമുണ്ട്, അതേപോലെ ഇവിടുത്തെ എംപ്ലോയീസിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡേ കെയർ ഉണ്ട്. പിന്നെ പോരാത്തതിനൊരു വെയർ ഹൗസും ഉണ്ട്. പക്ഷെ ഇങ്ങോട്ടെല്ലാം പോകണമെന്നുണ്ടെങ്കിൽ ബിൽഡിങ്ങിന്റെ ഈ സെക്ഷനിൽ നിന്ന് ആദ്യം പുറത്ത് കിടക്കണം. അതിന് നമുക്കൊരു കീ കാർഡ് വേണം. ഇത്രയ്ക്ക് ഇറീന പറഞ്ഞിട്ടും സേറയുടെ മൈൻഡിൽ ട്രിഗർ ആവുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ്, അതാണ് വെയർ ഹൗസ്. ഈ കോൺസുലേറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനത്തിന് പുറത്ത് കടത്തണമെന്നുണ്ടെങ്കിൽ അത് വെയർ ഹൗസ് വഴി മാത്രമേ പറ്റുള്ളൂ. ഇൻ കേസ് കോൺസുലേറ്റിലുള്ളവർക്ക് ജോഷിനെ ഇവിടുന്ന് കടത്താൻ പ്ലാൻ ഉണ്ടേലോ,
അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ നേരെ വെയർ ഹൗസിലോട്ട് യാത്ര തിരിച്ചു. എന്നാൽ മുന്നോട്ടുള്ള യാത്രക്ക് കീകാർഡ് മസ്റ്റാ. അപ്പോഴാണ് അങ്ങോട്ടൊരു സെക്യൂരിറ്റി വരുന്നത്, അതും കാണാണ്ടായ സേറയെ പിടിക്കാനായിട്ട്. പക്ഷെ സേറ ഏതാ മുതല്, അവൾ വരുന്നു, നൈസായിട്ട് അവന്റെ ബോധം കളയുന്നു. ഇതൊക്കെ കണ്ടിട്ടാകെ കണ്ണ് തള്ളി നിൽക്കുന്നുണ്ട് ഇറീന. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ വഴിന്ന് അവനെ മാറ്റിക്കിടത്തുന്നു. ശേഷം അവന്റെ കീകാർഡ് എടുക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് സേറക്കാണെങ്കിൽ എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ട്. കാരണം വളരെയധികം സിമ്പിളായിട്ടാണ് ഈ സെക്യൂരിറ്റിയെ ഇവൾ അടിച്ചിട്ട്. അത് മാത്രമല്ല, ഇവൾ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കുറേ നേരമായി. പക്ഷേ ഈ കോൺസുലേറ്റുകാരാണെങ്കിൽ വളരെയധികം കാമായിട്ടാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ക്യാമറ നോക്കി അവളെ പിടികൂടായിരുന്നു. പക്ഷെ എന്നിട്ടും അതൊന്നും നടക്കുന്നില്ല. അങ്ങനെ ഇവർ വെയർ ഹൗസിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക, അതും ഒരു ടണൽ വഴി. അപ്പോഴാണ് ഒരു സെക്യൂരിറ്റി അങ്ങോട്ട് വരുന്നത്. അങ്ങേരെ കണ്ടതും ഇവർ ഒളിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴാണ് അവളുടെ അഫ്ഗാനിസ്ഥാനിലെ മിഷൻ അവൾക്ക് ഓർമ്മ വരുന്നത്. അവിടെയും ഒരു താലിബാൻ വരുന്നു, പട്ടാളക്കാരെല്ലാവരും ഒളിച്ചിരിക്കുന്നു. ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെയും. സോ PTSD മൂലം അവൾ പാനിക് ആവാൻ തുടങ്ങുന്നുണ്ട്. ഒരു വിധത്തിലാണ് തിരിച്ച് കൺട്രോളിലാക്കുന്നത്. അങ്ങനെ സെക്യൂരിറ്റി പോയി. സേറ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഇതൊക്കെ കേട്ടിട്ട് കുഴപ്പമില്ലാന്നും പറഞ്ഞ് നേരെ വെയർ ഹൗസിലോട്ട് പോകുന്നു. എന്നിട്ട് അവിടുത്തെ ഓഫീസിൽ കയറിയിട്ട് ലിസ്റ്റൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് ചരക്കുമായിട്ട് ഓൾറെഡി ഒരു ട്രക്ക് പോയിട്ടുണ്ട്. പക്ഷെ അത് ജോഷിനെ കാണാണ്ടാവുന്നതിന് മുമ്പാ. എന്നാൽ ഒരു ട്രക്ക് കൂടെ പോവാനുണ്ട്. അത് ഏകദേശം 1 മണിക്കൂറിന് ശേഷം. സോ ജോഷിനെ ഇവിടുന്ന് കടത്തണമെന്നുണ്ടെങ്കിൽ അത് ആ ട്രക്കിലായിരിക്കും. ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇറീന ഒരു കാര്യം ചോദിക്കുന്നത്. സേറ, എന്നെ ഇങ്ങനെയാ പുറത്തു കിടത്തുക? 1 മണിക്കൂറിന് ശേഷം വരാൻ പോകുന്ന ട്രക്ക് ഉണ്ടല്ലോ, അതുവഴി നിനക്ക് രക്ഷപ്പെടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ ലോക്കറിലായിട്ട് ഒരു സിമ്പിൾ കാണുന്നത്. അതേ സിമ്പിളായിരുന്നു ബാഗ് കൈമാറ്റം ചെയ്ത ഒരാളുടെ ഷർട്ടിലുണ്ടായിരുന്നത്. പിന്നെ പറയണ്ടല്ലോ, ആ ലോക്കറിന്റെ പൂട്ടങ്ങ് പൊട്ടിക്കുന്നു, അവർ കൈമാറ്റം ചെയ്ത ബാഗ് അങ്ങ് എടുക്കുന്നു. നോക്കുമ്പോൾ അതിനകത്ത് ഡ്രഗ്സാ. കോൺസുലേറ്റിലോട്ടൊക്കെ ഡ്രഗ്സ് കടത്തണമെന്നുണ്ടെങ്കിൽ അതത്ര ചില്ലറക്കാരല്ല. സോ ഈ ഡ്രഗ്സ് ജോഷ് കണ്ടിട്ടുണ്ടാവും. അത് കാരണമായിരിക്കാം അവനെ പിടിച്ചു വെച്ചിട്ടുണ്ടാവുക എന്നൊരു നിഗമനത്തിലാണ് സേറ നിൽക്കുന്നത്. അങ്ങനെ ഇവർ തിരിച്ച് ഇറീനയുടെ റൂമിലെത്തി. എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിലും നമ്മളുടെ റിക്ക് ഇതിലൊന്നും ഉണ്ടാവാൻ യാതൊരു ചാൻസും ഇല്ല. സോ അവനോട് ഈ ഒരു ഡ്രഗ്സിനെ കുറിച്ചൊക്കെ പറയാം എന്നാണ് സേറ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടേക്ക് ഇറീനയാണെങ്കിൽ വൻ സീനാക്കുന്നുണ്ട്. അത് പറ്റില്ല, ഡീൽ അനുസരിച്ച് എനിക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കണം എന്നൊക്കെ പറഞ്ഞ് വൻ സീനില്ല. അപ്പോഴാണ് സേറ അവളുടെ അരയിൽ തിരികെ ആ സാധനം അങ്ങ് പുറത്തെടുക്കുന്നത്. നോക്കുമ്പോൾ അതൊരു പെൺഡ്രൈവാ. നീയൊരു പൊളിറ്റിക്കൽ റെഫ്യൂജി അല്ല എന്നൊക്കെ എനിക്ക് മുമ്പേ അറിയായിരുന്നു. നീ ആരാ? ഞാൻ ആരും ആയിക്കോട്ടെ, എന്തായാലും ഒന്നുറപ്പാ, നിന്റെ മട്ടും ഭാവം കണ്ടാലറിയാം നിന്റെ മകന്റെ കഥ ഒരു സാങ്കല്പികം മാത്രമാണ്. അതായത് നീയൊരു സൈക്കോയാ എന്നും പറഞ്ഞ പെൺഡ്രൈവ് അങ്ങ് പിടിച്ച് വാങ്ങുന്നുണ്ട്. അപ്പോഴാണ് ആരോ വന്നിട്ട് വാതിൽ മുട്ടുന്നത്. ഇത് കണ്ടേക്ക് സേറ ഒളിച്ചിരിക്കുന്നു. ഇറീനയാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ വാതിലും തുറക്കുന്നു. എന്നാൽ തുറന്നതേ അവൾക്ക് ഓർമ്മയുള്ളൂ. 2 ആൾക്കാർ വന്നിട്ട് ഇറീനയെ പിടിക്കാൻ നോക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട സേറ വെറുതെ ഇരിക്കോ? 2 4 അങ്ങ് പൊട്ടിക്കുന്നുണ്ട്. എന്നാ വന്നിരിക്കുന്നത് കുറച്ച് സീന് പയ്യന്മാരാ. അവന്മാര് 4 തിരിച്ചും കൊടുക്കുന്നുണ്ട്. അതും നല്ല സ്വർഗം കാണുന്ന അടി. അങ്ങനെ സേർ അടികൊണ്ട് അവശയായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരുത്തനാണെങ്കിൽ ഇറീനയെ പിടിച്ച് കെട്ടിയിടാനൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്താണ് സേറ 2 അടിച്ചൊരു പരിവാക്കുന്നത്. പെട്ടെന്നാണ് ഒരുത്തൻ വന്നിട്ട് അവളുടെ കഴുത്തിലങ്ങ് പിടിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ലോക്കാണ്. അത് പൊട്ടിക്കാനാണെങ്കിൽ സേറക്ക് പറ്റുന്നില്ല. അപ്പോഴാണ് ഇറീന സ്പ്രേ എടുത്ത് അതിൻ്റെ തുമ്പത്തിൽ ലൈറ്ററും വെച്ച് 8ന്റെ ഒരു പണി അങ്ങ് കൊടുക്കുന്നത്. അതുകൊണ്ട് മാത്രം സേറ രക്ഷപ്പെട്ടു. സേറ, അവരെന്നെ കൊല്ലാനാ വന്നത്. നിന്നെ കൊല്ലാനൊന്നുമില്ല അവന്മാർ വന്ന്, നിന്നെ പിടിച്ചോണ്ട് പോകാനാ. കൊല്ലാനാണെങ്കിൽ അവർക്കത് പണ്ടേ ചെയ്യായിരുന്നു. അങ്ങനെ ഇറീന അവിടുന്ന് ഓടിപ്പോകുന്നു. അവൾക്ക് പിന്നാലെ സേറയും. പക്ഷെ റൂമിൽ നിന്ന് പുറത്തെത്തിയപ്പോണ്ട് ഇറീനയെ കാണാനില്ല. എന്നാൽ അങ്ങോട്ട് വരുന്നത് ഡോണോയാണ്, അതും തോക്കും പിടിച്ചിട്ട്. ഇവനെ കണ്ടിട്ട് ഷോക്കായിട്ട് നിൽക്കുമ്പോഴാണ് ബാക്കിലൂടെ എറിക്ക് വന്നിട്ട് അങ്ങ് ബോധം കെടുത്തുന്നത്. അങ്ങനെ സേറയുടെ ബോധം പോകുന്നു. അപ്പോഴാണ് സേറയുടെ ഹസ്ബൻഡിനെ കാണിക്കുന്നത്. ഇങ്ങനൊരു അമേരിക്കൻ സോൾജറാ. നേരത്തെ പറഞ്ഞ അഫ്ഗാനിസ്ഥാനിലെ മിഷനിൽ ഇങ്ങേരും ഉണ്ടായിരുന്നു. ആ ഒരു മിഷനകത്ത് വെച്ചിട്ടാണ് ഹസ്ബൻഡ് മരിച്ചത്. സോ തൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയൊക്കെ ഉള്ളത് അമേരിക്കയിലാണ്. അതുകൊണ്ടാണ് തൻ്റെ മകനെയും കൊണ്ട് അമേരിക്കയിലോട്ട് പോവാം എന്നൊരു തീരുമാനം എടുത്തത്. അങ്ങനെ കുറേ സമയത്തിന് ശേഷമാണ് സേറക്ക് ബോധം വരുന്നത്. ആ സമയത്ത് സേറ കാണുന്നത് എറിക്കിന് ഏഞ്ചലിനെയാണ്. അത് മാത്രമല്ല, സേറ ഇങ്ങോട്ടും പോകാണ്ടിരിക്കാൻ വേണ്ടി ബെഡിൻ്റെ മേളിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ സേറ പിന്നെയും തൻ്റെ മകനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സേറ, നിന്റെ അമ്മ വിളിച്ചിരുന്നു. നിന്റെ PTSD കണ്ടീഷനെക്കുറിച്ചും നിന്റെ മെഡിക്കേഷനെക്കുറിച്ചും നിന്റെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. എൻ്റെ പൊന്ന് സാറുമാരെ, ഇതൊന്നും എൻ്റെ തോന്നലല്ല. നിങ്ങൾ വേണമെങ്കിൽ ഇറീനയോട് ചോദിച്ചു നോക്ക്, അവളുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോഴാണ് ഇറീനയെക്കുറിച്ച് ഇവരൊരു കാര്യം പറയുന്നത്. നിങ്ങൾ പറയുന്ന പോലെ ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട്, പക്ഷെ അവരുടെ പേര് ഇറീന എന്നല്ല. പിന്നെ അവൾ താമസിക്കുന്ന ഗസ്റ്റ് അപ്പാർട്ട്മെന്റിൽ വെച്ചാ നിന്നെ പിടിച്ച്. അതുകൊണ്ട് ഡോണോ അവളെ ചോദ്യം ചെയ്തു. അവരാണെങ്കിൽ നിന്നെ ഇതുവരെ കണ്ടിട്ടേ ഇല്ലാന്നാ പറയുന്നത്. ഇത് കേട്ടേക്ക് സേറ അങ്ങ് ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ സേറക്ക് അവിടുത്തെ സെക്യൂരിറ്റി ഫുട്ടേജൊക്കെ കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ടേക്ക് ഡബിൾ ആവുന്നുണ്ട് ഞെട്ടല്. കാരണം
കോൺസുലേറ്റിലോട്ട് വരുന്ന സാർ ഒറ്റക്കാണ് വരുന്നത്, അല്ലാണ്ട് മകനൊന്നും കൂടിയില്ല. പക്ഷെ മകനുള്ളതുപോലെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫൂട്ടേജിനകത്ത്. അത് മാത്രമല്ല, ഇറീനയുടെ കൂടെ ചേർന്ന് ഒരു ഗാർഡിനെ അടിച്ചിട്ട് കീ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു ഭാഗത്ത് ക്യാമറയിൽ ഇറീനയില്ല, ഓൺലി സേറ. ഇവൾ അപ്പം തന്നെ കണ്ടുപിടിച്ച ഡ്രഗ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേ. അതേപോലെ തൻ്റെ മകൻ ഇവിടെ തന്നെ ഉണ്ടെന്നും പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ബാക്കിയുള്ളവർക്കാണെങ്കിൽ ഭ്രാന്ത് ഉച്ചിയിൽ കയറി നിൽക്കുന്നുണ്ട്. എങ്ങനെ കയറാണ്ടിരിക്കും? സേറ, നാളെ ജർമ്മൻ അതോറിറ്റി വരും, നിനക്ക് പറയാനുള്ള അവരോട് പറഞ്ഞോ, അതുവരെ നീ ഇവിടെ കിടക്കും, വി ആർ റിയലി സോറി എന്നും പറഞ്ഞ് ലെവന്മാരങ്ങ് പോകുന്നു. എറിക്കിനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് പാവം തോന്നുന്നുണ്ട്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞു. അപ്പോഴാണ് രണ്ട് കൈകൾ വന്നിട്ട് സേറയെ അങ്ങ് രക്ഷിക്കുന്നത്. അത് വേറെ ആരുമല്ല, ഇത്ര നേരം കണ്ട് ഇറീനയാ. സേറക്കാണെങ്കിൽ ഇവളെ കണ്ടിട്ട് ആകെ ഡൗട്ട്, ഇത് ശരിക്കുള്ളതാണോ അല്ലെങ്കിൽ ഇനി തോന്നലാണോ, ഇതൊന്നും അറിയില്ലല്ലോ. സേറ, നിനക്ക് യാതൊരു കുഴപ്പമില്ല, നിന്റെ മൈൻഡൊക്കെ ഓക്കെയാണ്. ഇതെല്ലാം അവർ കവറപ്പ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന കാര്യങ്ങളാണ്. ആ ഡോണോ എന്നെ ചോദ്യം ചെയ്തിരുന്നു. അത് മാത്രമല്ല, എൻ്റെ റൂം മൊത്തം ചെക്ക് ചെയ്തു, പക്ഷെ അവർക്ക് ഈ ഡ്രഗ്സ് അടങ്ങിയ ബാഗ് കണ്ടെത്താനായില്ല. ഇറീന, നീ റിയലാണോ അതോ എൻ്റെ തോന്നലാണോ? അവർ ഞാൻ ഇമാജിൻ ചെയ്യേന്ന് പറയുന്നു, നിന്റെ പേര് ഇറീനയല്ല എന്ന് പറയുന്നു. എനിക്കാകെ ഭ്രാന്ത് എടുക്കുന്നുണ്ട്. സേറ, നിന്നെ വിശ്വസിക്കാൻ പറ്റൂ ഇല്ലേന്ന് എനിക്കത്ര ഉറപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആരാണെന്നും എന്താണെന്നുള്ള സത്യം മറച്ചു വെച്ച്. എൻ്റെ പേര് റീന എന്നല്ല, കീറാന്ന. എൻ്റെ ഫാമിലി ആയിരുന്നു ഇവിടുത്തെ റിച്ചസ്റ്റ് ഫാമിലി. എന്നാൽ എൻ്റെ അച്ഛൻ ഒരു ക്രിമിനലാണ്. ജസ്റ്റ് മണി ലോണ്ടറിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എൻ്റെ അച്ഛൻ എപ്പോൾ പാർട്ടി മാറിയോ അന്ന് തന്നെ എൻ്റെ അച്ഛൻ കൊല്ലപ്പെട്ടു. ആ ഒരു സമയത്ത് ഞാൻ എങ്ങനെയൊക്കെയോ US എംബസിയിലെത്തി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ട്. പക്ഷെ അവിടുന്ന് US പോവേണ്ട ഞാൻ നേരെ ഇങ്ങോട്ടാണ് വന്ന് ആരൊക്കെയോ ചേർന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. അക്കൂട്ടത്തിൽ ഡോണോ ഉണ്ട്. പിന്നെ എൻ്റെ കയ്യിലെ പെൻഡ്രൈവ്, അത് വേറൊന്നുമല്ല, എൻ്റെ അച്ഛൻ കൊല്ലപ്പെട്ടതിൻ്റെ എല്ലാ തെളിവും അതിനകത്തുണ്ട്. ഇനിയും നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ ദേ കാണ് എന്നും പറഞ്ഞൊരു കത്രിക എടുത്ത് സ്വയം മുറിവേൽപ്പിക്കാനാ കീറ നോക്കുന്നത്. ഇത് കണ്ടേക്ക് സേറ അതങ്ങ് പിടിച്ചു വാങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ട സെക്യൂരിറ്റി ഫൂട്ടേജോ, ഇവന്മാരെ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, എന്ത് വേണേലും മാനിപ്പുലേറ്റ് ചെയ്യും. സോ സേറക്ക് മനസ്സിലായി തൻ്റെ മകൻ ഇവിടെ തന്നെ ഉണ്ടെന്ന്. അങ്ങനെ ഇവർ റൂമിലെ വിൻഡോ വഴി പുറത്ത് കിടക്കുന്നു. കാരണം അകത്തൂടെ പോയാൽ ഉറപ്പായിട്ടും ക്യാമറയിൽ കുടുങ്ങുമല്ലോ. അങ്ങനെ ഇവർ ഡോണോയുടെ റൂം കണ്ടെത്താൻ വേണ്ടിയിട്ട് പൊക്കോണ്ടിരിക്കുക. കാരണം ഓൾറെഡി കീറയുടെ കേസിൽ ഡോണോ ഇൻവോൾവ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടും ജോഷിന്റെ കേസിൽ ഇൻവോൾവ് ആയിക്കൂടാ. പക്ഷെ ഡ്രഗ്സ്, കിഡ്നാപ്പിംഗ്, ഇതെല്ലാം എന്തിന് എന്നൊരു ചോദ്യം കൂടെ ഉണ്ട് അവരുടെ മുമ്പിൽ. അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് രണ്ട് സെക്യൂരിറ്റീസ് അങ്ങോട്ട് വരുന്നത്. കറക്റ്റ് സമയത്താണ് ഒരു കൂട്ടം എംപ്ലോയീസ് അങ്ങോട്ട് വരുന്നത്. ഇവർ പിന്നെ ഒന്നും നോക്കിയില്ല, നൈസായിട്ട് അതിൽ കൂടെ അങ്ങ് ബ്ലെൻഡ് ആവുന്നു, അകത്ത് കിടക്കുന്നു. അത്രയും അധികം ആൾക്കാർ പോകുന്നതുകൊണ്ട് തന്നെ ക്യാമറയിൽ ഇവരെ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ തൽക്കാലത്തിന് സേഫാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോണോ സേറേനെ പിടിച്ചു വെച്ച റൂമിലോട്ട് വരുന്നത്. അവിടെയാണെങ്കിൽ സേറയില്ല. സോ നമ്മളുടെ പിള്ളേർക്ക് ഇനി അധികം സമയമില്ല, എന്തേലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് വേണം. അങ്ങനെ കീറ കോൺസുലേറ്റിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ ഒരു മെസ്സേജ് അയക്കുന്നു, ആരുടെയും ബാഗ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നും ചോദിച്ചിട്ട്. നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ DM അയക്കാനും പറയുന്നു. സോ ഡ്രഗ്സ് ഉള്ള ബാഗിന്റെ ആൾക്കാർ ഉറപ്പായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യും. അങ്ങനെ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഇവര്. ഈ സമയത്ത് സേറയാണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡാ, ഇതെല്ലാം റിയൽ ആണോ എന്നൊരു സംശയം ഇപ്പോഴും ഉണ്ട് അവൾക്ക്. അപ്പോഴാണ് കീറ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത്. നിന്റെ PTSD കാരണം നിനക്ക് ഡൗട്ട് അടിക്കുമ്പോൾ ദേ ഇങ്ങനെ ചെയ്താൽ മതി എന്നും പറഞ്ഞൊരു ബണ്ണും കൊടുക്കുന്നു. സ്വയം വേദനിപ്പിക്കാനും പറയുന്നു. സ്വയം വേദനിക്കുന്ന സമയത്ത് റിയാലിറ്റിയിലോട്ട് തിരിച്ചു വരുമല്ലോ. കീറ, ഇവിടുന്ന് രക്ഷപ്പെട്ടതിന് ശേഷം എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ? ഞാൻ നേരെ അമേരിക്കയിലോട്ട് പോകും, അവിടെയാണ് എൻ്റെ അമ്മയുള്ളത്. അത് മാത്രമല്ല, എൻ്റെ കയ്യിലെ തെളിവ് വെച്ച് എന്നെപ്പോലെ പെട്ടെടുക്കുന്നവരെ എനിക്ക് രക്ഷിക്കണം. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മെസ്സേജ് വരുന്നത്. അതും പേരും നാളൊന്നുമില്ല. അത് അവരുടെ ബാഗാണെന്നും എത്രയും പെട്ടെന്ന് കാണണമെന്നും പറയുന്നു. ഇത് കണ്ടേക്ക് കഫ്റ്റീരിയയിലോട്ട് വരാനാണ് സേറ പറയുന്നത്. കാരണം അത്രയും പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത് കോൺസുലേറ്റുകാർ ഉറപ്പായിട്ട് ഇവരെ പ്രതീക്ഷിക്കില്ല. അങ്ങനെ ഇവർ കഫ്റ്റീരിയയിലോട്ട് പോകുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ കഫ്റ്റീരിയ കിടക്കുന്ന ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്. കുറേ ക്യാമറ കടന്നിട്ട് വേണം അങ്ങോട്ടെത്താൻ. സോ ക്യാമറ കട്ട് ചെയ്യാനായിട്ട് ബിൽഡിങ്ങിൻ്റെ മേളിൽ കൂടെ പൊക്കോണ്ടിരിക്കുകയാണ് ഇവർ. അങ്ങനെ കഫ്റ്റീരിയയിലെത്തി. രണ്ടുപേരും രണ്ടറ്റത്തായിട്ടാണ് ഇരിക്കുന്നത്. ആർക്കും ഡൗട്ട് അടിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ബാഗിൻ്റെ ഉടമ അങ്ങോട്ട് വരുന്നു. അത് വേറെ ആരുമില്ല, നേരത്തെ ബാഗ് കൈമാറ്റം ചെയ്തില്ലേ അതിലെ ഒരുത്തനാ. ഇവിടെയുള്ള എല്ലാവരും നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നിന്റെ കയ്യിലുള്ള ബാഗ് തന്നാ ജോഷ് എവിടെയുണ്ടെന്ന് ഞാൻ പറയാം. പക്ഷെ സത്യം പറഞ്ഞ് ഇവനക്ക് ജോഷിനെ അറിയില്ല, ഒരു തേങ്ങ അറിയില്ല. കോൺസുലേറ്റിലെ ഒരു ടെക്ക് മാത്രമാണ് ഈ ചെങ്ങായി. ഇവൻ നുണ പറയണമെന്നുള്ളത് ഇവൻ്റെ വർത്തമാനത്തിൽ നിന്ന് തന്നെ സേറ മനസ്സിലാക്കി. പട്ടാളക്കാരിയായിരുന്നല്ലോ. സോ ഇതൊക്കെ കണ്ടെത്താൻ അധികം നേരമൊന്നും വേണ്ട. നീ പറയുന്നത് സത്യമല്ല എന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. നിന്റെ ഡ്രഗ്സ് എത്തേണ്ടടുത്ത് എത്തിയില്ലെങ്കിൽ നിനക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമുക്ക് തൽക്കാലത്തിനൊരു ഡീല് വെക്കാം. ഈ കോൺസുലേറ്റിന്റെ ഫ്ലോർ പ്ലാനും പിന്നെ എല്ലാ ഡോറിലേക്കും ആക്സസ് ഉള്ള ഒരു കീ കാർഡും നീ എനിക്ക് സംഘടിപ്പിച്ചു തരണം. അപ്പം ഞാൻ നിന്റെ ബാഗ് തിരിച്ചു തരാം. അങ്ങനെ ഈ ചെങ്ങായി ബാത്റൂമിലോട്ട് വരാൻ പറയുന്നു. അധികം നേരം കഫ്റ്റീരിയയിൽ ഇരിക്കുന്നത് അത്ര സേഫ് അല്ലല്ലോ. അങ്ങനെ ഇതും പറഞ്ഞ് മൂപ്പരാൾ ബാത്റൂമിലോട്ട് പോകുന്നു. അപ്പോഴാണ് അങ്ങോട്ട് എറിക്ക് വരുന്നത്. അതും ഇവിടുത്തെ ഡേ കെയറിലുള്ള തൻ്റെ മകളുമായിട്ട്.
ഇത് കണ്ടേക്ക് ഇവരങ്ങ് മറഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എറിക്കിന്റെ മകളുടെ കയ്യിലായിട്ട് ഒരു ഫോൺ കാണിക്കുന്നത്. ഈ ഫോൺ മറ്റേ ധൂമജാലെ പാട്ടൊക്കെ പാടുന്ന പൂരത്തിന്ന് വാങ്ങുന്ന ഫോൺ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സാധനമാണ് ഈ ഫോൺ. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ സമയത്താണ് മറ്റേ ടെക്ക് അവിടുത്തെ സിസ്റ്റത്തിൽ മൊത്തം വൈറസ് കയറ്റുന്നത്. അതോടുകൂടെ സെക്യൂരിറ്റി ക്യാമറ ഒക്കെ അടിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഡോണോ വേഗം തന്നെ എറിക്കിനെ വിളിച്ച് കാര്യം പറയുന്നു. സോ എറിക്ക് മകളെയും കൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ ആ ഫോണ് അവർ മറന്നു വെച്ചു. ഈ ഒരു തക്കം നോക്കി നമ്മളുടെ പിള്ളേരാണെങ്കിൽ ടെക്കിനെ കാണാനായിട്ട് ബാത്റൂമിൽ പോകാൻ നിൽക്കുക. പക്ഷെ അതിന് മുമ്പായിട്ട് ആ ഫോണ് സേറ അങ്ങ് എടുക്കുന്നുണ്ട്. കീറ, നമുക്ക് എറിക്കുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കിയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സേറ. പക്ഷെ ഈ ഒരു സമയത്ത് ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണ്ട എന്നൊന്നും കീറക്കറിയില്ല. അതുകൊണ്ട് വേണ്ടാന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് അവസാനിച്ചതിന് ശേഷം ഈ ഫോൺ എറിക്കിന്റെ മകൾക്ക് തന്നെ തിരിച്ചു കൊടുക്കാമെന്നും കരുതി എടുത്തു വെക്കുന്നുണ്ട് സേറ. അങ്ങനെ ഇവർ ബാത്റൂമിലെത്തി. ടെക്ക് പറഞ്ഞതുപോലെ ഫ്ലോർ പ്ലാനും കീ കാർഡും കൊടുക്കുന്നു. എന്നാൽ ഈ കീ കാർഡ് 1 മണിക്കൂർ മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുക. അത് മാത്രമല്ല, ആ ഒരു ടൈം വരെ ക്യാമറാസും പ്രവർത്തിക്കില്ല. അങ്ങനെ ഡീൽ അനുസരിച്ച് ഡ്രഗ്സ് അടങ്ങുന്ന ബാഗ് അങ്ങേർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എങ്ങാനും സേറിനെയും കീറനെയും പിടിച്ചാൽ ഈ കീ കാർഡ് കൊടുത്ത ടെക്കുകാരൻ കുടുങ്ങാൻ പാടില്ലല്ലോ. അതിനു വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഇവർ തയ്യാറാക്കുന്നുണ്ട്. സംഭവം വേറെ ഒന്നുമില്ല, ടെക്കിനിട്ടോ ഒന്നങ്ങ് കൊടുക്കുക. അതാവുമ്പോൾ ലെവനെ ആക്രമിച്ചിട്ടാണ് എടുത്തതെന്ന് പറയാലോ. സോ ടെക്കുകാരൻ സേഫ് ആവുകയും ചെയ്യും. അങ്ങനെ ടെക്ക് ആ തിരുമോന്തി അങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അടിക്കാൻ പറഞ്ഞിട്ട്. പക്ഷെ സേറയാണെങ്കിൽ മയക്കമരുന്നിനൊക്കെ കുറച്ച് എതിരാ. അതുകൊണ്ട് ലെവന്റെ ബോധം പോകുന്ന കണക്കിനാ കൊടുക്കുന്നത്. എന്നിട്ട് ഇവർ ഫ്ലോർ പ്ലാനും വെച്ച് നേരെ പോകുന്നത് ഡോണോയുടെ ഓഫീസിലോട്ടാണ്. എന്നാ വഴിയിലതാ എറിക്ക് എന്തോ ഒരു ഭാഗ്യത്തിന് അപ്പം തന്നെ ഒളിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ എറിക്ക് പോയതിനു ശേഷം ഡോണോയുടെ ഓഫീസിൽ കയറുന്നു. കയറാന്ന് മാത്രമല്ല, അവന്റെ സിസ്റ്റം മൊത്തം സെർച്ച് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ നോക്കുന്ന അവന്റെ ഇൻസ്റ്റഗ്രാം പേജാ. അതിലത്തെ അവന്റെ ഫോട്ടോസ് കണ്ടിട്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് സേറയും കീറയും. കാരണം ഫുള്ള് ക്യാഷ് വെച്ചിട്ടുള്ള കളി. ചുരുക്കി പറഞ്ഞാൽ അടിച്ചുപൊളിയുടെ അങ്ങേയറ്റം. ഇങ്ങേരുടെ കിമ്പളം കൊണ്ട് എന്തായാലും ഇമാതിരി സെറ്റപ്പ് ഒന്നും നടക്കൂല. പിന്നെ എവിടുന്നാണ് ക്യാഷ്? അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിസ്റ്റത്തിൽ നിന്ന് കുറച്ച് ഫയൽസ് കിട്ടുന്നത്. അതും സേറയുടെ പേരിലുള്ള ഫയൽസ്. അമേരിക്കൻ കമ്പനിക്ക് അയച്ചു കൊടുത്ത CV അടക്കം ഡോണോയുടെ കയ്യിലുണ്ട്. അതും ഒറിജിനൽ ഫയല്. സോ ഒന്നുറപ്പാ, അമേരിക്കയിലെ ജോലി സെറ്റാക്കി കൊടുത്ത ഡോണോയാണ്. പക്ഷെ എന്തിനു വേണ്ടി? ഈ CV മാത്രമല്ല ലെവന്റെ കയ്യിലുള്ളത്, ഇവളുടെ മെഡിക്കൽ ഡീറ്റെയിൽസ് അടക്കം അങ്ങേരുടെ കയ്യിലുണ്ട്. അപ്പോഴാണ് സേറക്കൊരു ഡൗട്ട് വരുന്നത്. കോൺസുലേറ്റ് മൊത്തത്തിൽ ചേർന്നിട്ടുള്ള കളിയാണോ എന്നൊരു സംശയം. സോ കീറയുടെ ലാപ്പ് എടുക്കുന്നു, കോൺസുലേറ്റിന്റെ പേരിൽ ഗൂഗിൾ ചെയ്യുന്നു. ആദ്യം തന്നെ നോക്കുന്ന ഏഞ്ചലിനെ കുറിച്ചാണ്. പക്ഷെ അവളുടെ പ്രൊഫൈൽ വായിച്ചിട്ട് അങ്ങനെ കുഴപ്പമൊന്നും കാണാനില്ല. അങ്ങനെ നമ്മൾ എറിക്കിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്നു. അപ്പോഴാണ് ആ ട്വിസ്റ്റ് അങ്ങ് റിവീൽ ആവുന്നത്. അങ്ങേരൊരു സോൾജറാ. അതും വെറും സോൾജറല്ല, അഫ്ഗാനിസ്ഥാനിലെ മിഷനിൽ പങ്കെടുത്ത പട്ടാളക്കാരിലെ ഒരുത്തൻ. അങ്ങേര് അഫ്ഗാനിസ്ഥാനിലെ മിഷനിൽ പങ്കെടുത്തിട്ടും സേറേൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തതുപോലെയാണ് പുള്ളിക്കാരൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. സേറക്കാണെങ്കിൽ അവളുടെ മെഡിക്കൽ കണ്ടീഷൻ കാരണം അവൻ ഓർമ്മ കിട്ടുന്നുമില്ല. അങ്ങനെ സേറ എറിക്കിനെ കുറിച്ച് കൂടുതലായിട്ട് വായിക്കുന്നു. നോക്കുമ്പോൾ അതിനകത്തതാ അടുത്ത ട്വിസ്റ്റ്. പുള്ളിക്കാരൻ ഇസ്ലാമാബാദിലെ റീജിയണൽ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. അത് കണ്ടേക്ക് അവൾക്ക് ഓർമ്മ വരുന്നത് ഇന്ന് രാവിലെ അവൾക്ക് ജേർണലിസ്റ്റ് അയച്ച വീഡിയോയാ. ആ ഫൂട്ടേജ് ഇസ്ലാമാബാദിലെ ഒരു ഹോട്ടലിന്റെ ഫൂട്ടേജാ. അത് കൃത്യമായിട്ട് നോക്കിയപ്പോണ്ട് അതിനകത്ത് എറിക്ക്. അത് മാത്രമല്ല, പുള്ളിക്കാരൻ ആരുമായിട്ടോ സംസാരിക്കുന്നുണ്ട്. എന്നാൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആരോടാന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. അവിടെ ഒരു തൂണുള്ള കാരണം ആളെ കാണാനില്ല. എന്ന് എറിക്കിന്റെ പിന്നിലായിട്ട് ഒരു മിറർ ഉണ്ട്. അതിനകത്താണെങ്കിൽ ഒരു മിന്നായം പോലെ കാണാനുണ്ട്. പക്ഷെ അത്ര ക്ലിയർ അല്ല. ഇത് കണ്ടേക്ക് സേറ പിന്നെ ഒന്നും നോക്കിയില്ല. ജേർണലിസ്റ്റിന്റെ നമ്പർ എടുക്കുന്നു, വിളിക്കുന്നു. ജേർണലിസ്റ്റ് അപ്പം തന്നെ എറിക്ക് ആരുമായിട്ടാണോ സംസാരിക്കുന്നത് അങ്ങേരുടെ എൻഹാൻസ്ഡ് ഫോട്ടോ അങ്ങ് അയച്ചു കൊടുക്കുന്നു. ആ ഒരു കറക്റ്റ് സമയത്താണ് നമ്മളുടെ ഡോണോ ഓഫീസിലോട്ട് വരുന്നത്. സേറ പിന്നെ ഒന്നും നോക്കിയില്ല. ഡോൺ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് 4 അങ്ങോട്ട് കൊടുക്കുന്നു. എന്നിട്ട് രക്ഷപ്പെടുന്നു. പക്ഷെ അവന്മാരാണെങ്കിൽ പിന്നാലെ തന്നെ ഉണ്ട് കേട്ടാ. കീ കാർഡ് ഉള്ളതുകൊണ്ട് കണ്ട റൂമിലോട്ടൊക്കെ ഓടിക്കയറാം. അങ്ങനെ ഓടി ഏതൊരു റൂമിനകത്ത് എത്തിയിട്ടുണ്ട്. എന്നാൽ അങ്ങോട്ടും അതാ ഡോണോ വരുന്നു. പക്ഷെ അപ്പോഴേക്കും നമ്മളുടെ പിള്ളേര് നൈസായിട്ട് സീലിംഗ് വഴി അങ്ങ് റൂഫ് ടോപ്പിലെത്തി. അങ്ങനെ അവിടെ വെച്ചാ അവരാ ഫോട്ടോ നോക്കുന്നത്. നോക്കുമ്പോൾ അതിനകത്ത് അഫ്ഗാനിസ്ഥാനിൽ ഇവർക്കെതിരെ പ്രവർത്തിച്ച താലിബാൻ സംഘത്തിൽ ഒരാളുടെ ഫോട്ടോയാ. പക്ഷെ ആ ഒരു മിഷനകത്ത് അങ്ങേര് മരിച്ചതാ. എന്നാൽ അതിന് ശേഷമുള്ളതാണ് ഇസ്ലാമാബാദിലെ എറിക്കിന്റെ കൂടിക്കാഴ്ച. വിച്ച് മീൻസ് അങ്ങേര് മരിച്ചിട്ടുമില്ല, താലിബാനും എറിക്കും തമ്മിൽ എന്തോ ഒരു കണക്ഷനും ഉണ്ട്. അത് കറക്റ്റായിട്ട് എന്താണെന്നുള്ളത് സേറക്ക് മനസ്സിലായി. പിന്നെ അവളൊന്നും നോക്കിയില്ല, കീറനെയും കൊണ്ട് നേരെ വെയർ ഹൗസിലോട്ട് പോകുന്നു. കാരണം ഇതെല്ലാം എറിക്ക് എന്തിനാണ് ചെയ്യുന്നതെന്നുള്ളത് സേറക്ക് മനസ്സിലായി. സോ കീറനെയും കൊണ്ട് ഇനി ഇവിടെ തുടരുന്നത് അത്ര സേഫ് അല്ല. അപ്പോൾ വെയർ ഹൗസിലോട്ട് വരുന്ന ട്രക്കിനകത്ത് കീറനെ കയറ്റിവിട്ട് രക്ഷിക്കാനാ സേറയുടെ പ്ലാൻ. അങ്ങനെ സേറ ഒരു ഹഗ് കൊടുക്കുന്നു. എന്നിട്ട് അവളെ രക്ഷിക്കാനായിട്ട് അവിടെയുള്ള മുഴുവൻ ഗാർഡ്സിനെയും ഡിസ്ട്രാക്ട് ചെയ്യുന്നു. ആ ഒരു തക്കം നോക്കി കീറ നൈസായിട്ട് ആ ട്രക്കിൽ അങ്ങ് കയറി പറ്റുന്നുണ്ട്. ഇതേ സമയം സേറയാണേലോ അവിടെയുള്ള ഗാർഡ്സിനെ മുഴുവൻ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി അവരുടെ വണ്ടി കൊടുത്ത് പറപ്പിച്ച് പൊക്കോണ്ടിരിക്കുക. പക്ഷെ അവന്മാരുണ്ടാ വിട്ടുകൊടുക്കുക. ഗണ്ണെടുക്കുന്നു, പൊട്ടിക്കാൻ ആരംഭിക്കുന്നു. അങ്ങനെ ആ വാൻ അങ്ങ് മറിഞ്ഞു. എന്തോ ഒരു ഭാഗ്യത്തിനൊന്നും പറ്റിയിട്ടില്ല കേട്ടാ. അങ്ങനെ സേറ എങ്ങോട്ടൊക്കെയോ ഓടുന്നുണ്ട്. ഇവന്മാരാണെങ്കിൽ പിന്നാലെ വന്നുകൊണ്ടിരിക്കുക.
അപ്പോഴാണ് ഒരുത്തൻ വന്നിട്ട് കണ്ണിലോട്ടങ്ങ് സ്പ്രേ അടിക്കുന്നത്. അടിച്ചതേ അവൻ ഓർമ്മയുള്ളൂ. അവനെടുത്ത് പഞ്ഞിക്കിടുന്നുണ്ട് സേറ. അങ്ങനെ സേറ ഓടി ഓടി ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്നാൽ അങ്ങോട്ടതാ എറിക്ക് വരുന്നു. വരികയെന്ന് മാത്രമല്ല, എടുത്തിട്ടങ്ങ് പെരുമാറിക്കൊണ്ടിരിക്കുക, അതും വളരെയധികം ബ്രൂട്ടലായിട്ട്. അങ്ങനെ അടികൂടി രണ്ടുപേരും കൂടെ വെള്ളത്തിൽ പോകുന്നു. അവിടെ വെച്ച് എറിക്കാണെങ്കിൽ അവളുടെ കൈ പിടിച്ച് തിരിച്ച് വെള്ളത്തിൽ മുക്കി കൊല്ലാൻ നോക്കുക. കൈ ലോക്കായോണ്ട് തന്നെ ഇവൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ സാറേ ഒന്നും നോക്കിയില്ല, ആ ലോക്ക് പൊട്ടിക്കാൻ വേണ്ടി സ്വന്തം കൈയങ്ങ് ഒട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ആ ലോക്കിൽ നിന്ന് അവൾ രക്ഷപ്പെടുക എന്ന് മാത്രമല്ല, ആ കൈ അങ്ങ് തിരിച്ച് നേരെയാക്കുന്നുണ്ട്. എന്നിട്ട് എറിക്കിനിട്ട് 4 അങ്ങ് കൊടുക്കുന്നു. എന്നിട്ട് അവൻ്റെ ഗണ്ണെടുത്തിട്ട് അങ്ങ് നിൽക്കുന്നുണ്ട് നമ്മളുടെ സേറ. എടോ ജോഷ് എവിടെ? ഞാൻ പിടിച്ചു വെച്ചിരിക്കേ ജോഷിനെ. അഫ്ഗാനിസ്ഥാനിൽ വെച്ച് നീയാണ് നമ്മളുടെ ടീമിന് ഒറ്റ കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായി. ആ മിഷനിൽ ഞാൻ മാത്രം ജീവിച്ചിരിക്കുന്ന സാക്ഷി. പക്ഷെ നിനക്കെന്നെ കൊല്ലണമെങ്കിൽ അത് പുറത്തു വെച്ചായിക്കൂടെ? എന്തിനാ കോൺസുലേറ്റ്? നിന്നെ കൊല്ലണമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷെ എപ്പോൾ മുതലാണോ ആ ജേർണലിസ്റ്റ് രംഗത്ത് വന്ന് അന്നേ ഞാൻ ഉറപ്പിച്ചതാ നിന്റെ മരണം. നിനക്ക് വേണമെങ്കിൽ ഇപ്പം എന്നെ കൊല്ല, പക്ഷെ നിന്റെ മകൻ എവിടെയുണ്ടെന്നുള്ള സത്യം എനിക്ക് മാത്രമേ അറിയൂ. സോ എന്നെ കൊന്ന അവൻ വിശന്ന് ചാവും. ഇത് കേട്ടേക്ക് ഒന്നങ്ങ് കൊടുക്കുന്നുണ്ട് ലെവന്റെ തലയ്ക്ക്. എന്നിട്ട് സ്വയം ജോഷിനെ കണ്ടെത്താനുള്ള പ്ലാനില്ല സേറ. സോ ഇപ്പൊ മനസ്സിലായില്ലേ എന്തിനാണ് എറിക്ക് പ്രോട്ടോകോളൊക്കെ വേണ്ടാന്ന് വെച്ച്? പ്രോട്ടോകോൾ ഇട്ട് കഴിഞ്ഞാൽ സേറേനെ ജീവനോടെ പിടിക്കണം, അതൊഴിവാക്കാനാണ് പ്രോട്ടോകോൾ വേണ്ടാന്ന് വെച്ച്. അങ്ങനെ സേറ ഈ ഫ്ലോർ മാപ്പും വെച്ച് നേരെ പോകുന്നത് അവിടുത്തെ ഡിറ്റൻഷൻ സെല്ലിലോട്ടാണ്. ഈ സെല്ലുകളാണെങ്കിൽ ഇപ്പൊ യൂസ് ചെയ്യാറില്ല. സോ തന്റെ മകനെ ഒളിപ്പിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഡിറ്റൻഷൻ സെൽസ്. എന്നാൽ അവിടെയൊന്നും ഒരു ഈച്ചയെ പോലും കാണാനില്ല. അപ്പോഴാണ് സേഫ് റൂം എന്ന് പറയുന്ന ഒരു റൂം കാണിക്കുന്നത്. പുറത്തുനിന്ന് ഒരിക്കലും തുറക്കാൻ പറ്റാത്ത, എന്നാൽ അകത്തിരുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അഡാർ റൂം. ഈ കോൺസുലേറ്റിനകത്ത് എന്തെങ്കിലും ഡേഞ്ചർ സംഭവിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് സേഫ് ആയിട്ട് ഇരിക്കാനുള്ള റൂമാണ് സേഫ് റൂം. അത് മാത്രമല്ലാട്ടാ അവള് കാണുന്നത് കുറെ കെമിക്കൽസും കാണാനുണ്ട്. ഇതൊക്കെ കണ്ടപ്പോഴാണ് സേറക്ക് ഒരു ബുദ്ധി വരുന്നത്. ആ കെമിക്കൽസ് എടുക്കുന്നു, എന്നിട്ടെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു ബോംബ് ഉണ്ടാക്കി പൊട്ടിക്കുന്നു. ഇതറിഞ്ഞ പാട് എറിക്ക് ഉൾപ്പെടെയുള്ള എല്ലാ സെക്യൂരിറ്റീസും നേരെ ബോംബ് പൊട്ടിയ ഭാഗത്തോട്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് എറിക്കിനെ ഏഞ്ചൽ വിളിക്കുന്നത്. എറിക്കിന്റെ ഡോണോടെയും ചതിയുടെ കഥ ഏഞ്ചലോ ബാക്കിയുള്ള സെക്യൂരിറ്റീസും അറിഞ്ഞിട്ടില്ല കേട്ടാ. എടോ പ്രോട്ടോകോൾ ഫോളോ ചെയ്യടോ. സോ ഇങ്ങേർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് പ്രോട്ടോകോൾ അങ്ങ് പ്രഖ്യാപിക്കുന്നു. എന്നാൽ കോഡ് റെഡ് എന്ന് പറയുന്ന പ്രോട്ടോകോളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ഷൂട്ട് അറ്റ് സൈറ്റ്. ഇവിടെ ഇത്രയും ഗാർഡ്സ് ബോംബ് പൊട്ടിയ സ്ഥലത്ത് നോക്കുമ്പോൾ നൈസായിട്ട് ഡേ കെയറിലോട്ട് പോവാണ് സേറ. അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ലാട്ടാ, നമ്മൾ ഡെറിക്കിന്റെ മകൾക്ക് വേണ്ടിയിട്ടാ. മകനെ തട്ടിക്കൊണ്ടുപോയെങ്കിൽ അതേ കിഡ്നാപ്പേഴ്സിന്റെ മകളെ വെച്ച് കളിക്കുക. ഏതാ പ്ലാനിങ് അല്ലേ? പക്ഷേ ഈ മകളാണെങ്കിൽ സ്ട്രേഞ്ചേഴ്സുമായിട്ട് വരില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്റെ അച്ഛൻ പറഞ്ഞു വിട്ടതാ എന്നെ. ഇതും പറഞ്ഞിട്ട് മറ്റേ ധൂമജാലയുടെ ഫോൺ ഉണ്ടല്ലോ, അതങ്ങ് കാണിച്ചു കൊടുക്കുന്നു. പിന്നെ പറയണ്ടല്ലോ, ആ കുട്ടി സേറയുമായിട്ട് നേരെ സേഫ് റൂമിലോട്ട് വരുന്നു. അങ്ങനെ സേറ സേഫ് റൂം ലോക്ക് ചെയ്യുന്നു, ഓക്സിജൻ ഓൺ ആക്കുന്നു. എന്നിട്ട് എറിക്കിനെ വിളിക്കുന്നു എന്നല്ല, വിലവേശാൻ ആരംഭിക്കുന്നുണ്ട്. എൻ്റെ മകനെ വിട്ട് തരുകയും വേണം, നീ സത്യങ്ങളെല്ലാം തുറന്ന് പറയുകയും വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ മകൾ ഓക്സിജൻ ഇല്ലാണ്ട് പെടഞ്ഞു മരിക്കും എന്നും പറഞ്ഞ് ഓക്സിജൻ അങ്ങ് ഓഫ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ബോംബ് കൊണ്ട് ഡോറൊക്കെ തകർക്കാന്ന് വെച്ചാൽ എറിക്കിന്റെ മകളും കൂടെ കൊല്ലപ്പെടും. ഇനി അതല്ല, ഡോർ ഡ്രില്ല് ചെയ്യാനാണെങ്കിൽ അതിന് കുറച്ച് സമയമെടുക്കും. അതിനകത്ത് ഈ ഓക്സിജൻ തീരുകയും ചെയ്യും. സോ ആ റൂമിനകത്ത് കുറച്ച് ഓക്സിജൻ ബാക്കിയുണ്ട്. അതുകൂടെ തീർന്ന മകളുടെ കാര്യം പോക്കാൻ. ചുരുക്കി പറഞ്ഞ എറിക്കാകെ പെട്ട അവസ്ഥയിലാണ്. പക്ഷെ പുള്ളിക്കാരൻ സ്റ്റിൽ പുറത്ത് ഓസ്കാർ പെർഫോമൻസാ. അങ്ങനെ ഏഞ്ചൽ സേറയുമായിട്ട് സംസാരിക്കാൻ വരുന്നു. ഏഞ്ചലിന് ഇവിടെ ഒരു തേങ്ങ അറിയില്ല. അങ്ങനെ സേറ ഏഞ്ചലിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് എറിക്കാണെങ്കിൽ വൻ അഭിനയ. അവൻ അത്രയും വർഷങ്ങളായിട്ട് ഏഞ്ചലിനെ അറിയാം. അതുകൊണ്ട് സേറ പറയുന്നൊന്നും ഏഞ്ചൽ വിശ്വസിക്കില്ല. ഇവിടെ സേറയാണെങ്കിൽ കൊല്ലും കൊലവിളിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും സേറനെ കൊണ്ട് അത് സാധിക്കില്ല. അത് നമ്മളുടെ എറിക്കിനെ അറിയുകയും ചെയ്യാം. സോ അത് നല്ലവണ്ണം മുതലെടുത്തുകൊണ്ടിരിക്കുക എറിക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എറിക്കിന്റെ മകൾ അവശയാവാൻ തുടങ്ങുന്നത്. ഇതൊക്കെ കണ്ട സേറ പിന്നെ വെറുതെ ഇരിക്കുമോ? ഒരിക്കലുമില്ല. അവൾ ആ ഓക്സിജൻ അങ്ങ് ഓണാക്കുന്നുണ്ട്. അത് മാത്രമല്ല, എറിക്കുമായിട്ടൊരു ഡീൽ വെക്കുന്നു. നിന്റെ മകളെ ഞാൻ വിടണമെന്നുണ്ടെങ്കിൽ നീ ഇതിനകത്തോട്ട് വാ, അതും ഒറ്റയ്ക്ക്. അങ്ങനെ ഡീലിന് ഓക്കെ പറയുന്നു, മകളെ റിലീസ് ചെയ്യുന്നു. എന്നിട്ട് എറിക്ക് അകത്ത് കയറുന്നു. അപ്പോഴാണ് എറിക്കിന്റെ പ്ലാനിനെ കുറിച്ച് മുഴുവനായിട്ടും നമുക്കങ്ങ് പറഞ്ഞു തരുന്നത്. സേറയെ കൊല്ലാനായിട്ട് കോൺസുലേറ്റിലോട്ട് എത്തിച്ചു. അമേരിക്കയിൽ ഒരു ജോബ് ഉണ്ട് എന്നും പറഞ്ഞിട്ട് എല്ലാം പ്ലാൻ പ്രകാരം പോകുമ്പോഴാണ് ടെക്കിന്റെ ബാഗ് കൈമാറ്റം സേറ കാണുന്നത്. അതോടുകൂടെ സേറക്ക് സംശയമാവാൻ തുടങ്ങി. സോ ഇപ്പുറത്തെ ബിൽഡിങ്ങിൽ നിന്ന് അപ്പുറത്തെ ബിൽഡിങ്ങിലോട്ട് പോവുകയും ചെയ്തു. അവിടെ വെച്ചിട്ടാണ് ഈ പ്ലാൻ ആദ്യമായിട്ട് പാളുന്നത്. അങ്ങനെ സേറ കീറയെ കണ്ടെത്തി. പക്ഷെ അപ്പോഴും എല്ലാം അണ്ടർ കൺട്രോൾഡ് ആയിരുന്നു. എന്നാൽ സേറയും കീറയും കൂടെ ചെയ്തു കൂട്ടിയത് ഭ്രാന്ത് പിടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ചുരുക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ കയ്യിന്ന് പോയി. അതുകൊണ്ടാണ് ഈ പ്ലാൻ മൊത്തം ഇങ്ങനെയായത്. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊല്ലേണ്ട കാര്യമൊന്നും എറിക്കിനില്ല. കൊല്ലണമെന്നുണ്ടെങ്കിൽ പണ്ടേ തീർക്കായിരുന്നു. അവിടെ വെച്ചിട്ടാ അടുത്ത ട്വിസ്റ്റ്. നമ്മളുടെ കീറയെ കൊല്ലാനായിട്ട് കുറെ ആൾക്കാർ നടക്കുന്നുണ്ട് ഒരു പെൻഡ്രൈവിന് വേണ്ടിയിട്ട്.
അവർ വന്നിട്ട് എറിക്കുമായിട്ട് ഒരു ഡീൽ വെച്ചു. അവരെ അകത്ത് കടത്തി കീറയെ കിഡ്നാപ്പ് ചെയ്യാന്ന്. ഇത്രയും വലിയൊരു സെറ്റപ്പിൽ നിന്ന് കീറ എങ്ങാനും മിസ്സായ പല ചോദ്യങ്ങളും വരും. അതിൽ നിന്ന് രക്ഷപ്പെടാനാ PTSD ബാധിച്ച സേറയെ ഇങ്ങോട്ടെത്തിച്ച് ശേഷം മകനെ പിടിച്ചു വെക്കുന്നു. എന്നിട്ട് മകൻ കൂടെ വന്നിട്ടേ ഇല്ലാന്ന് വരുത്തി തീർക്കുന്നു. അതും സെക്യൂരിറ്റി ക്യാമറയിലെ ഫൂട്ടേജിലടക്കം മാനിപ്പുലേഷൻ നടത്തിയിട്ട്. സോ ഓൾറെഡി PTSD കാരണം ഭ്രാന്ത് പിടിക്കുന്ന ഒരു ക്യാരക്ടർ, ഇല്ലാത്ത മകന് വേണ്ടിയിട്ട് പരക്കം പായുന്ന ഒരു ക്യാരക്ടർ, അങ്ങനെ ഭ്രാന്തായിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടറിനെ ആരെ വേണേലും കൊല്ല. ചുരുക്കി പറഞ്ഞ കീറയെ കൊന്നിട്ട് അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്തിട്ട് അത് സേറയുടെ തലയിലിടാനായിരുന്നു ഇവരുടെ പ്ലാൻ. ഈ ഒരു കാരണവും പറഞ്ഞ് കോഡ് റെഡ് എന്ന പേരിൽ സേറേനെ കൊല്ലുകയും ചെയ്യുക. ഒരു വെടിക്ക് 2 പക്ഷി. ഏതാ പ്ലാനിങ് അല്ലേ? ഇനി എന്തിനാണ് ഇങ്ങനെ ഇതെല്ലാം ചെയ്തതെന്ന് അറിയണ്ടേ? അതിനൊരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, പണം. അങ്ങനെ എറിക്ക് അവൻ്റെ ഗണ്ണെടുത്ത് സേറേനെ അങ്ങ് ഷൂട്ട് ചെയ്യുന്നു. എന്നിട്ട് സ്വന്തം കാലിലും ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഗണ്ണ് നൈസായിട്ട് സേറയുടെ കയ്യിൽ അങ്ങ് വെച്ചു കൊടുക്കുന്നു. എന്നിട്ട് എന്നെ വെടിവെച്ചതെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ സേഫ് റൂമിൽ നിന്ന് അങ്ങ് വാതിലുടച്ച് പുറത്ത് കിടക്കുന്നു. സോ ആ ഡോർ തുറക്കാനായിട്ട് ബോംബും വെച്ച് കാത്തിരിക്കുകയാണ് ഏഞ്ചൽ ഉൾപ്പെടെയുള്ള എല്ലാവരും. പക്ഷെ സേറ എറിക്കറിയാണ്ട് എറിക്കിന്റെ മകളുടെ ധൂമിചാലെ ഫോണിൽ അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതങ്ങ് സേഫ് റൂമിലെ മൈക്ക് വഴി അങ്ങ് കേൾപ്പിച്ചു കൊടുക്കുന്നു. അത് കേട്ടേക്ക് ഡോണോയാണെങ്കിൽ കണ്ടം വഴി ഓടി. അത് മാത്രമല്ല, എറിക്ക് നല്ല വൃത്തിക്ക് കുടുങ്ങുകയും ചെയ്തു. അവനെ ചോദ്യം ചെയ്ത് ജോഷ് എവിടെയാണെന്ന് കണ്ടെത്തി. അതേപോലെ നമ്മളുടെ സേറ ബുള്ളറ്റ് വൂണ്ടിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞ എല്ലാം ഭംഗിയായിട്ട് അവസാനിച്ചു. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞു. നമ്മളുടെ സേറ മകനെയും കൂട്ടി അമേരിക്കയിലോട്ട് പോകാൻ നിൽക്കുക. അത് മാത്രമല്ല, നമ്മളുടെ കീറയുമായിട്ട് നല്ലൊരു ഫ്രണ്ട് ആയിട്ടുണ്ട് കേട്ടാ. അങ്ങനെ പോവാൻ നിൽക്കുന്ന സമയത്താണ് ഒരു ഹെലികോപ്റ്ററിന്റെ ശബ്ദം. പക്ഷെ PTSD എന്ന് പറയുന്ന സംഗതി അവളുടെ ഉള്ളിലോട്ട് വരുന്നില്ല. അവൾ പാനിക് ആവുന്നില്ല. ഇതൊക്കെ കണ്ടേക്ക് സേറയാണെങ്കിൽ അങ്ങ് ഹാപ്പി ആവുന്നുണ്ട്. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.